ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, തമ്പ്ലൈൻ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇന്ന് അങ്ങനെ പ്രത്യേകമായിട്ടൊന്നുമില്ല, നോർമൽ ഡേ പോകണം അത് തന്നെയായിരുന്നു. ബട്ട് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ ഇത് ഫ്രൈഡേ വിചാരിച്ചാണ്, ശനിയാഴ്ച ഉറപ്പായിട്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇടണം ഞാൻ വിചാരിച്ചായിരുന്നു. ഇപ്പോൾ ഇന്നാണ് എനിക്കത് പറ്റിയത്. പക്ഷേ ഗൈസ്, ഒരു പ്രോബ്ലം പറ്റി. ഞാൻ ശനിയാഴ്ച എടുത്തു വെച്ചു, പക്ഷേ അന്ന് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ പറ്റിയില്ല. ഞാൻ സൺഡേ പള്ളിയിലൊക്കെ പോയി വന്ന് ഫ്രഷൊക്കെ ആയിട്ടാണ് ഞാനിത് എഡിറ്റ് ചെയ്ത് വൈകുന്നേരം ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. ഒരു 5 മണിയാകത്തെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ബെഡൊക്കെ വൃത്തിയാക്കി, കർട്ടനൊക്കെ തുറന്ന് അവിടെ മൊത്തം വൃത്തിയാക്കി. പിന്നെ എനിക്ക് കാര്യം പറയാനുണ്ട്. നിങ്ങളത് കമൻറ്റ് ചെയ്യാത്തത്, ഞാൻ കാര്യം പറയട്ടെ. എല്ലാവരും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? എനിക്ക് ആ കൂടി വ്യൂവേഴ്സ് മാത്രമേ കിട്ടുന്നുള്ളൂ. ഞാൻ എന്ത് ചെയ്യും? വ്യൂവേഴ്സ് കിട്ടുന്നുണ്ട്, ഒരു 200 ഒക്കെ ആയിട്ടുണ്ട് വ്യൂവേഴ്സ്. പിന്നെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ആ കൂടി 12 സബ്സ്ക്രൈബേഴ്സ് എനിക്കുള്ളൂ ഗൈസ്. ട്രസ്റ്റ്. അപ്പം അതൊക്കെ ഇടുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പം ഞാൻ അങ്ങനെ പുതപ്പ്, ഇവിടെ ഞാനും എൻ്റെ ചേച്ചിയാണ് കിടക്കണത്. അപ്പോൾ ചേച്ചി രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോകും. ചില സമയത്ത് ചേച്ചിക്ക് ട്യൂഷൻ ഉണ്ടാവും. ചേച്ചി അവിടെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോകാറാണ് ചെയ്യുക. അപ്പം ഞാനിന്ന് എന്താ പറയുക, ഇന്ന് വിരി മടക്കി വെച്ചു, ബെഡ് ഷീറ്റ് വൃത്തിയാക്കി, എല്ലാം സെറ്റാക്കി. ചെറിയ ചുമയും, ദാറ്റ്സ് മൈ പ്രോബ്ലം. അപ്പോൾ അവിടെ വൃത്തിയാക്കി ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാറ് എൻ്റെ റൂമിലാണ്. അവിടെ ഞാൻ ഒന്നെങ്കിൽ വെറുതെ ഇരുന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വെറുതെ അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കും കിടന്നുകൊണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അത് ഡെയിലി ശീലമായി. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയാണ്. പിന്നെ രാവിലെ എണീക്കുമ്പോൾ കാർട്ടൂൺ കാണുന്നത് ഞാൻ ചില സമയത്ത് കാണാം. അപ്പം ഞാൻ ഇന്ന് രാവിലെ ടി വി ഇരുന്നു കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഫേവറേറ്റ് കാർട്ടൂൺസ് ഇങ്ങനെ വന്നു. അപ്പം ആശാന്തി വീറും ഗ്രിസി ആൻഡ് ദി ലിംസമാണ് എൻ്റെ ഫേവറേറ്റ് കാർട്ടൂൺ. അപ്പം ഞാനത് കുറച്ച് നേരം കണ്ടു. എന്നിട്ടൊന്ന് കാപ്പിയും പുട്ടും കടലയായിരുന്നു. കാപ്പിയായിരുന്നു രാവിലെ. അതൊക്കെ കുടിച്ചു. എന്നിട്ട് ഞാൻ വിചാരിച്ചൊന്ന് കുളിക്കാമെന്ന്. അപ്പോൾ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ കാരണം എനിക്ക് പനിയായിരുന്നു ഗൈസ്. അപ്പോൾ പനി ഇത്രയും നാളായിട്ടും പോയിട്ടില്ല. പിന്നെ ഇവിടെ ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചൂടുവെള്ളത്തിൽ കുളിച്ചത്. ചെറിയൊരു സ്കിൻ കെയറാണ് വിത്ത് 3 ഐറ്റംസ്. ആദ്യം ഞാൻ ഫേസ് വാഷ് ഇട്ടിട്ട് ഫേസ് ഞാൻ കഴുകി നല്ലപോലെ. അതിനുശേഷം മോയ്സ്ചറൈസർ ഇട്ടു. അത് ഞാൻ നേരത്തെ ഇട്ട് വെച്ചിരുന്നതല്ല, നേരത്തെ ഇട്ടു ഞാൻ, പക്ഷേ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു. എന്നിട്ട് കാണിച്ചാണ് മോയ്സ്ചറൈസർ ഇട്ടത്. പിന്നെ സൺസ്ക്രീൻ കുറച്ചിട്ട് ഞാൻ പുറത്തേക്ക് ആകില്ല, പക്ഷേ ആരുടെയെങ്കിലുമൊക്കെ കണ്ടിട്ട്, ഏതെങ്കിലുമാണത് യൂട്യൂബേഴ്സിൻ്റെ കണ്ടിട്ട് ഞാനത് അങ്ങനെ ഇടും. ഓക്കെ, അങ്ങനെ ഞാൻ സൺസ്ക്രീനും ഇട്ടു, മോയ്സ്ചറൈസറും ഇട്ടു. ഇന്ന് നമ്മൾ ലിപ് ബാമാണ് തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഫേസ് മൊത്തം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ നല്ലപോലെ മുഖത്തും കണ്ണിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഞാൻ തേച്ച് കൊടുത്തു. നല്ലപോലെ മസാജ് ചെയ്യണത് നല്ലതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മ പറയാറ് ഫേസിൽ മസാജ് ചെയ്യണം നല്ലതെന്നൊക്കെ പറയും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ജസ്റ്റ് ഞാൻ മുഖം ഒന്ന് കൈ കൊണ്ടൊന്ന് റബ്ബ് ചെയ്ത് നോക്കും, അത്രേ ചെയ്യാറുള്ളൂ. പിന്നെ നമ്മുടെ എന്താ പറയുക, നിവ്യയുടെ ലിപ് ബാം ഞാൻ തേക്കും. ആദ്യം ഞാൻ ഡെയിലി സ്കൂളിൽ പോകുമ്പോഴൊക്കെ ആയാലും ഞാൻ തേക്കാറുണ്ട്. ആദ്യം ഞാൻ തേക്കുക ചേച്ചിയുടെ കേട്ടോ, അതുകൊണ്ടാണ് അത്ര ഉള്ളത്, ചേച്ചിയുടെയാണ്. പിന്നെ ഞാൻ പഠിക്കാൻ പോയിട്ടോ. എക്സാമൊക്കെ ആയില്ലേ, ക്രിസ്മസ് എക്സാമൊക്കെ ആയി. അങ്ങനെ ഞങ്ങൾക്ക് ആദ്യത്തെ പരീക്ഷ മലയാളമാണ്, മലയാളം സെക്കൻഡ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് വിടാൻ വിചാരിച്ചു. ഞാൻ ആക്ച്വലി പഠിക്കും വല്ലപ്പോഴെന്നല്ല, പഠിക്കും. അങ്ങനെ ഞാൻ ഹൈലൈറ്ററൊക്കെ വലിയ കാര്യത്തിൽ എടുത്തുകൊണ്ട് നിന്നിട്ട് മെയിനായിട്ട് എക്സാംസിന് വരുന്ന പോർഷൻസൊക്കെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അണ്ടർലൈൻ ചെയ്ത് തരാൻ പറയും. പക്ഷെ ഞാൻ ഹൈലൈറ്റർ കൊണ്ടാണ് എല്ലാ മുഖ്യ സബ്ജക്റ്റിനും ഞാൻ ഹൈലൈറ്റർ കൊണ്ടാണ് വരച്ചത്. മലയാളത്തിന് സമ്മതിക്കില്ല, ഇംഗ്ലീഷ് സമ്മതിക്കില്ല, സോഷ്യൽ സയൻസിന് സമ്മതിക്കും.
ബേസിക് അല്ല സോഷ്യലി ഞാൻ ടീച്ചർ സമ്മതിക്കും. അപ്പോൾ ക്ലാസ്സിലെല്ലാവരും ഹൈലൈറ്റർ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യാറ്. അപ്പോൾ ഞാനും സെറ്റ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ എക്സാമിനൊക്കെ എല്ലാവരും പഠിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും പഠിക്കുക, ചെറിയ പിള്ളേരല്ലേ, ആരെങ്കിലും എക്സാമിന് പഠിക്കുക. എന്നിട്ട് നമ്മുടെ ചാനലിൽ വരിക, ക്രാഫ്റ്റൊക്കെ കാണുക. ഞാൻ ആ പേജൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ പേജൊന്ന് ജസ്റ്റ് അയൺ ചെയ്ത് മാത്രമേ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ച് വലിച്ചതാ കൈ കൊണ്ട്. ആ പേജ് അങ്ങോട്ട് കീറിപ്പോന്നു. അങ്ങനെ ഞാൻ ഹൈലൈറ്റർ കൊണ്ടൊക്കെ ഇരുന്ന് വരച്ച് സെറ്റാക്കി. പിന്നെ എൻ്റെ ഡ്രസ്സ് അമ്മയുടെ ചേച്ചി ആൾ തന്നാണ്. എനിക്ക് ചേച്ചിക്ക് കൊടുത്ത എൻ്റെ ചേച്ചിക്ക് കൊടുത്താണ്. പക്ഷെ ഞാനത് ചേച്ചിക്ക് കൊടുക്കില്ല, ഞാൻ എടുത്തുകൊണ്ട് വരും. ചേച്ചിക്ക് കിട്ടുന്ന 13 സാധനങ്ങൾ ഞാൻ എടുത്തുകൊണ്ട് വരും. എന്നിട്ട് ഞാനിങ്ങനെ റഫ് ബുക്കിൽ ജസ്റ്റ് എഴുതി പഠിക്കില്ല. ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് വരുന്നതൊക്കെ ടീച്ചർ പറഞ്ഞുതരും. അപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ ഞാനത് എഴുതിയേക്കും. കോഴി എന്നിട്ട് ഞാൻ ഇങ്ങനെ എഴുതിയേക്കും. എന്നിട്ട് അത് ഞാൻ 3-4 വട്ടം എഴുതി പഠിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ മലയാളമായിരുന്നല്ലോ പരീക്ഷ. അതൊക്കെ ഇരുന്ന് പഠിച്ച് കഴിഞ്ഞപ്പം നാളെ കാറ്റീസം ഉണ്ട്. നാളെ എന്ന് പറയുമ്പോൾ ഇന്ന് സൺഡേ കാറ്റീസം ഉണ്ട്. അപ്പോൾ കാറ്റീസത്തിന് നോട്ട് കംപ്ലീറ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നോട്ട് ഞാൻ കംപ്ലീറ്റ് ആക്കുന്നു. 9ഉം 10ഉം ആയിരുന്നു ഉള്ളത്. പക്ഷെ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ മടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ആക്കിയില്ല. ഞാൻ 9ാം പാഠത്തിൻ്റെ 2ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങാണ്ട് എഴുതി വെച്ചിട്ട് പിറ്റേ ദിവസം ക്ലാസ്സിൽ ചെന്നിരുന്ന് എഴുതിയ ഇന്ന് ക്ലാസ്സിൽ ചെന്നിരുന്ന് എഴുതി 9ാം പാഠം കംപ്ലീറ്റ് ആക്കി. ഇനി 10ാം പാഠം ഇരുന്ന് എഴുതണം. നാളെ കഴിഞ്ഞ് ഞങ്ങൾക്ക് സ്കൂളില്ല ഗൈസ്, ബിക്കോസ് ഇലക്ഷനല്ലേ. അത് തന്നെ, അതായതുകൊണ്ട് ഞങ്ങൾക്ക് ക്ലാസ്സില്ല 2 days. അപ്പോൾ മോർണിംഗും ഈവനിങ്ങും ആയിട്ട് എന്താ പറയുക വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും അത് കാണാൻ ശ്രമിക്കുക. പിന്നെ ഇപ്പോഴത്തെ വൈറലായിട്ടുള്ള ബൺ മസ്ക ചായ അതുണ്ടാക്കണം. ബൺ മസ്ക കുഴപ്പമില്ലായിരുന്നു, ചായയായിരുന്നു മധുരമില്ലാത്ത ചായ. അത് നിങ്ങൾ ഇതിനകത്ത് കണ്ടോ ഗൈസ്? ഇവിടെ ഇലക്ഷൻ്റെ പാട്ടിട്ടുണ്ടോ ഗൈസ്? അതിലാട്ടെ. അങ്ങനെ ബട്ടറും മിൽക്ക് മെയ്ഡും കൂടി അടിച്ച് സെറ്റാക്കിയിട്ട് ബണ്ണിനകത്തേക്ക് തേക്കുക, അത്രയേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് ചടങ്ങ് പിടിച്ച പണിയാണ്. എന്ന് വെച്ചാൽ ഇതിട്ട് കറക്കണത് കണ്ടാൽ അറിയാം ഇതാരാ ചെയ്തത്. ബട്ട് ഇത് ഞാനല്ല ചെയ്തത്, ഇറ്റ്സ് മൈ സിസ്റ്റർ, ബിഗ് സിസ്റ്റർ, എൻ്റെ ചേച്ചിയാണ് അത് ചെയ്തത്. ഈ പാത്രം കിടന്ന് കണ്ടാൽ അറിയാമല്ലോ. ഈ കവർ കിടക്കണ്ടേ, അത് ഞാൻ എടുത്തെറിഞ്ഞതാണ്. ഒരു മിനിറ്റ് ഗൈസ്. ചേച്ചി ഇങ്ങനെ വട്ട് കറക്കുകയാണ് ഗൈസ്. ഇത് നല്ല പോലെ സ്പീഡിലാണ്. ആ പാത്രം ഇപ്പം പറന്നപ്പോഴത്തെ കണ്ടില്ലേ? ഇതാണ് അവസ്ഥ. ഞാൻ ഈ വീഡിയോ പിടിക്കുന്നു, ചേച്ചി അതിട്ട് വട്ടം കറക്കും. മിൽക്ക് മെയ്ഡ് കഴിയാറായിട്ടുണ്ടായിരുന്നു. ഞങ്ങളിത് മുമ്പ് ഉണ്ടാക്കിയതായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് മിൽക്ക് മെയ്ഡ് ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. അപ്പം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബട്ടറും കൂട്ടി നല്ലപോലെ കലക്കി തേച്ചു. ബട്ടർ ബണ്ണിനകത്തേക്ക് തേച്ചു. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടില്ല, അതേ മിൽക്ക് മെയ്ഡ് തേച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോരാന്നറിയോ, തേച്ച് കഴിഞ്ഞിട്ടില്ല. കുറേ അങ്ങോട്ട് ഇട്ടു മിൽക്ക് മെയ്ഡ്, ബട്ടർ കുറച്ചിട്ടിട്ടുള്ളൂ ഗൈസ്. പിന്നെ ഗൈസ് ഞങ്ങൾക്കിത് രണ്ടാമത് ഉണ്ടാക്കേണ്ടി വന്നു, കാരണം ഞങ്ങൾക്കത് തികഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും രണ്ടാമത് ഉണ്ടാക്കി. ഞങ്ങൾ ഉള്ളിൽ തേച്ചു, സൈഡിലും തേച്ചു, അങ്ങനെ സൈഡിലൊക്കെ തേച്ചു സെറ്റാക്കി. ചുമയാണ് ഗൈസ്, അതാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. കുറച്ച് ദിവസമായിട്ട് സ്കൂളിൽ പോകാറില്ല, കാരണം എനിക്ക് നല്ല പനിയായിരുന്നു, ചുമയൊക്കെ ആയിരുന്നു. പിന്നെ ഇതേ ക്രീം ബണ്ണിനകത്ത് ഞങ്ങൾക്ക് കിട്ടിയത് 5 എണ്ണമായിരുന്നു. അപ്പോൾ ഒരെണ്ണം ആരും എടുത്തുകൊണ്ട് പോയി, അതെനിക്ക് പോലും അറിയില്ല. ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു, കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടായിരുന്നു തോന്നുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറേ 5 ക്രീം ബൺ ക്രീം ബണ്ണല്ല ബൺ മസ്ക ഉണ്ടാക്കി തന്നു. അതുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു ചേച്ചിക്ക്, എൻ്റെ ചേച്ചിക്ക് ഞാൻ നന്ദി പറയുന്നു ഗൈസ്. ഓക്കെ, എനിവേ ഞങ്ങളത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. 5 എണ്ണം ഞാനൊരു ഡെക്കറേഷന് വേണ്ടി ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ വെച്ചതാണ്. ഞാൻ ചോദിക്കുക ചേച്ചിയോട്, ഒരിക്കലും ചോദിക്കുന്നത്. അപ്പോൾ പറയാം ഇറാനി ചായ ഉണ്ടാക്കിയ. പറയാം അയ്യോ നമ്മൾ ഇറാനി ചായ ഉണ്ടാക്കിയില്ലല്ലോ. അപ്പോൾ പറയാം കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു ചേച്ചി. എന്നിട്ട് ഇത് ഞാൻ അവിടെ കൊണ്ട് വെച്ചിട്ട് കട്ടൻ ചായ ഉണ്ടാക്കാൻ വിചാരിച്ചു. അത് അമ്മയോട് വെച്ചിട്ട് പറഞ്ഞു കട്ടൻ ചായ ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞു തന്നു. അപ്പോൾ ഞങ്ങൾ കട്ടൻ ചായ ഉണ്ടാക്കുകയാണ്.
അങ്ങനെ ഈ വെള്ളം വെച്ച് തന്നിട്ട് ചേച്ചി അങ്ങോട്ട് മുങ്ങി ബൺമസ്കയുടെ അവിടേക്ക്. പിന്നെ ഞാനായിരുന്നു അടുക്കളയിൽ ഒറ്റയ്ക്കായിരുന്നു. മിക്ക ദിവസങ്ങളിലും ഞാനാണ് അടുക്കളയിൽ ചായ ഉണ്ടാക്കാറ്. പാലയിലും കാപ്പിയിലും എന്തായാലും ഉണ്ടാക്കാറ് ഞാനാണ്. അപ്പോൾ ഇതും ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കി. പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഞ്ചസാര ഇല്ലാണ്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം അമ്മ പറഞ്ഞു ഇതിനകത്ത് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ മധുരം കാരണം ഈ കാപ്പിയല്ല ചായയുടെ മണം അതിന് പഞ്ചസാര ഇടണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളതിട്ടില്ല. സോ ഞാൻ ഈ കയ്യിൽ ക്യാമറ വെച്ചേക്കാണ്, ഇതിൻ്റെ അപ്പുറത്തെ കയ്യിലാണ് ഈ ചായ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കൂടിപ്പോവും അല്ലെങ്കിൽ കുറഞ്ഞു പോകും. അത് നിങ്ങളിപ്പോൾ കാണുന്നു, കൂടിപ്പോയിട്ട് തിരിച്ചിട്ട്. ഇടയ്ക്ക് ചേച്ചി എന്ന് പറഞ്ഞു, അമ്മ പറഞ്ഞു കുറച്ച് ചായപ്പൊടി ഇട്ടാൽ മതി, ഒരു പേരിന് ഇട്ടാൽ മതിയെന്ന്. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും, വീട്ടിലുള്ള എല്ലാവർക്കും എന്താ പറയുക, കളർ ലൈറ്റായിട്ടുള്ളത് മതി. ഇന്നിപ്പോൾ ഇങ്ങനെ പറയാം, കടുപ്പം കൂടാതെ ചെറിയൊരു പേരിന് പൊടി ഇട്ടാൽ മതി എന്നൊക്കെ പറയും. അതാണ് ടേസ്റ്റ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ അങ്ങനെ ഇടാറ്. അത് ചേച്ചി എപ്പോഴും ഇടയ്ക്ക് വന്ന് പറയാറുണ്ട്. സോ അങ്ങനെ ഇറാനി കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. ഇത് ഇറാനി കട്ടൻ ചായ എന്നല്ല കേട്ടോ, ഇറാനി ചായ എന്ന് പറയുമ്പോൾ പാലാണ്, നമുക്കറിയാമായിരിക്കും. ഞാൻ പേരിട്ടാണ് ഇറാനി കട്ടൻ ചായ. ഏതിന് അങ്ങനെ അത് തിളച്ചു. എന്നിട്ട് ഞാനത് ഈ വോട്ടിൻ്റെ ആൾക്കാർ ഈ റോഡിൽ കൂടെ കിടന്ന് ഓടുക. എന്ത് ഞാൻ ചെയ്യാനേ? ഒരു മിനിറ്റ് ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട്. ഇനി അവരുടെ കേട് കഴിഞ്ഞു. അല്ല, അവരുടെ കേടല്ല, അവരുടെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. അവരങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ ഞാനതൊക്കെ തിരിച്ച് വെച്ച് കട്ടൻ ചായ ഈ വെള്ള ഗ്ലാസ്സിലേക്ക് ഊറ്റിയെടുത്തു കേട്ടോ ഗൈസ്. ഇത് ഉണ്ടാവും ഒഴിക്കുന്നുണ്ടല്ലോ, നല്ല രസമുണ്ട്, നല്ല ചൂടുമുണ്ട്. ഒരു ദിവസം ഞാനിത് ചായ ഇങ്ങനെ ആറ്റിക്കൊണ്ടിരിക്കുന്ന നേരത്തെ എൻ്റെ ഈ ലെഫ്റ്റ് ഹാൻഡിലത്തെ ഫിംഗേഴ്സ് അടക്കം ആ ചായയിലങ്ങനെ മുങ്ങി. എന്ന് വെച്ചാൽ ഇങ്ങനെ ഊറ്റുന്ന നേരത്ത് ആ പാനല്ലല്ലോ, ആ പാത്രത്തിൽ നിന്ന് ആ ചായ ഞാൻ കപ്പിലേക്ക് വെക്കേണ്ടായിരുന്നു, എൻ്റെ കയ്യിലേക്ക് ഞാൻ മടത്തി അങ്ങോട്ട് ഇട്ടു. പിന്നെ കൈമ നിറച്ച് പേസ്റ്റ് എന്തൊക്കെയോ വാരി തേച്ച്. അങ്ങനെ തേച്ചിട്ട് കുഴപ്പമില്ലായിരുന്നു, വേദനയെടുത്തില്ലായിരുന്നു. ബട്ട് ഞാനത് അഡ്ജസ്റ്റ് ചെയ്തു കഴിച്ചു. ഓക്കെ, അങ്ങനെ ചേച്ചിക്ക് കട്ടൻ ചായ വേണ്ടെന്നാണ്. ചേച്ചിക്ക് കട്ടൻ ചായ ഇഷ്ടമില്ല, കാപ്പി ഇഷ്ടമുള്ളൂ. അപ്പോൾ എനിക്കങ്ങനെ ഇഷ്ടമൊന്നുമില്ല, പക്ഷേ ഒരു കോമ്പിനേഷനായിട്ട് ഞാൻ ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ അമ്മയ്ക്കും ചേട്ടനും എനിക്കും കൂടി ഞാനൊരു കട്ടൻ ചായ ഉണ്ടാക്കി കൊണ്ട് കൊടുത്തു. ഞാൻ കഴിഞ്ഞ മാസം ഞാൻ നവംബർ ആയിട്ട് ഞാൻ ഈ ബൺമസ്ക കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ തൊട്ടാണ് ഗൈസ് ബൺമസ്ക കഴിക്കുന്നത്. അങ്ങനെ ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പിന്നെ കട്ടൻ ചായ കൂട്ടി കഴിച്ചപ്പോൾ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ക്രിസ്മസിന് ലൈറ്റ് ഇട്ടു ഗൈസ്. ഇത് ഗ്ലിറ്റർ ലൈറ്റ് എന്നെങ്ങാണ്ടാണ് ഇതിൻ്റെ പേര്. കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ ഇത് ഈ സ്റ്റാർ 3 വർഷമായിട്ടുള്ളതാണ് ഞങ്ങളുടെ കയ്യിൽ. എന്നിട്ടൊരു കേടുപാടില്ല. പക്ഷേ ഈ ചെറിയ ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അത് ചേട്ടൻ്റെ ടെക്നോളജി കാരണം അത് ആ ബ്ലൂ ലൈറ്റ് കത്തിക്കുന്നുണ്ട്, ആ ലൈറ്റ് കൊണ്ട് നിൽക്കോ വെച്ച് സെറ്റാക്കി കത്തിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. അടുത്തൊരു ടിപ്പ് നിങ്ങൾ ബൈ.